തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ ചരിത്രത്തിലെങ്ങും ഇല്ലാത്ത വിധം വാശിയോടുകൂടി നടക്കുകയാണ് ഇപ്പോൾ. ആ നിങ്ങളൊക്കെ കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകുന്ന ചില വാഗ്ദാനങ്ങളൊക്കെ കൂടി ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നൽകുന്നുണ്ട്. അത് നമ്മൾ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത വിധം ചില വർധനകൾ, ഇപ്പൊ ആശാ വർക്കർമാരുടെ ശമ്പളങ്ങൾ എല്ലാ ലോക്കൽ ബോഡീസും അവർക്ക് പ്രത്യേകമായി വർദ്ധിപ്പിക്കുമെന്ന് വി.ഡി. സതീശൻ പുറത്തിറക്കിയിട്ടുള്ള പ്രകടന പത്രികയിലുണ്ട്. കൂടാതെ ബി.ജെ.പിയുടെ പ്രകടന പത്രികയിൽ പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് കോർപ്പറേഷൻ, അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങൾക്ക് അധികാരം തന്നാൽ പ്രധാനമന്ത്രി 45 ദിവസത്തിനകം, അതായത് കോർപ്പറേഷനിൽ ഒരു മേയർ ബി.ജെ.പിയുടെ ഉണ്ട്, പ്രധാനമന്ത്രി 45 ദിവസത്തിനകം അവിടെ വരുമെന്നും വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുമെന്നും തിരുവനന്തപുരത്തെ ഒരു വലിയ നഗരമാക്കി മാറ്റുന്നതിന്റെ പ്രഖ്യാപനങ്ങൾ നടത്തുമെന്നൊക്കെയാണ്. ഇതൊന്നും നമുക്ക് കേട്ടുകേൾവിയില്ലാത്തതാണ്, ഇതൊന്നും അത്ര പരിചിതമല്ലാത്തതാണ്. പക്ഷെ ഇതിലേക്കൊക്കെ നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇത് മൂന്ന് വിഭാഗങ്ങളെ സംബന്ധിച്ചും, അതായത് UDF-നെ സംബന്ധിച്ചും LDF-നെ സംബന്ധിച്ചും NDA സംബന്ധിച്ചും വളരെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആണ്. അതിൽ നമുക്ക് LDF-ലേക്ക് ആദ്യം വന്നാൽ, LDF-നെ സംബന്ധിച്ചോളം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ അവർക്ക് വലിയ പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന് നമുക്കറിയാം. അതിൽ തന്നെ അവർ നിലനിർത്തിയതാകെ ചേലക്കര എന്ന് പറയുന്ന ഒരു സീറ്റ് മാത്രമാണ്. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു സീറ്റ്, അതായത് PV അൻവറിലൂടെ അവർ നിലനിർത്തിയിട്ടുള്ള നിലമ്പൂര് പോലും അവർക്ക് കൈവിട്ടു പോയി എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അത്തരത്തിലുള്ള ഒരു എഡ്ജ്, ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ട് എന്ന് പറയുന്ന ഒരു തോന്നൽ ആളുകളിലേക്ക് ഉണ്ടാക്കാൻ അത്തരത്തിലുള്ള വിജയങ്ങളൊക്കെ സഹായിച്ചിട്ടുണ്ട്. ആ വിജയങ്ങളൊക്കെ സഹായിച്ചു നിൽക്കുന്നതിനിടയ്ക്ക് ഇത് യഥാർത്ഥത്തിൽ ഒരു 3 മാസം കഴിയുമ്പോൾ കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ ഇതൊരു സെമി ഫൈനലായി ആളുകൾ കണക്കുകൂട്ടുന്നു. ആ സെമി ഫൈനലായി ആളുകൾ കണക്കുകൂട്ടുമ്പോഴും CPM-ന് എല്ലായ്പ്പോഴും ഉള്ള അഡ്വാൻറ്റേജ് 2010 ഒഴികെ ബാക്കി ഏതാണ്ട് 2000-ന് ശേഷം വന്നിട്ടുള്ള എല്ലാ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളിലും വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ വേണ്ടി CPM-നും LDF-നും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കഴിഞ്ഞിട്ടുള്ള LDF-നെ സംബന്ധിച്ചോളം സാധാരണ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ CPM ആണ് ജയിക്കുക എന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ജയിച്ചാൽ പോലും ഇപ്പൊ കോൺഗ്രസ് അടുത്ത നിയമസഭയിൽ ചിലപ്പോൾ അധികാരത്തിൽ വരില്ല എന്ന് ജനം വിചാരിക്കില്ല. പക്ഷേ LDF-നെ സംബന്ധിച്ചോളം LDF ഈ പറയുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളിൽ തോറ്റാൽ, അവർക്ക് വലിയ തിരിച്ചടികൾ നേരിട്ടാൽ ഉറപ്പായിട്ടും ഇത് ഒരു അകത്തരത്തിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരത്തിന്റെ ഒരു അളവുകോലായി ഇത് വ്യാഖ്യാനിക്കപ്പെടുകയും കോൺഗ്രസിന് വലിയ തോതിൽ ഊർജം കിട്ടുകയും അടുത്ത തവണ കോൺഗ്രസ് ജയിക്കുമെന്ന് പറയുന്ന ഒരു പ്രതീതി ആളുകൾക്ക് കിട്ടുകയും ഒക്കെ ചെയ്യും എന്നുള്ളത് അവരെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പിണറായി 3.0 എന്നുള്ളത് ഒന്ന് മടക്കി കക്ഷത്തിൽ വെക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും UDF-നെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രശ്നം എന്താണ്? ഇതിനു മുൻപ് ഒരിക്കലും അവർ ഇത്തരത്തിലൊരു ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വന്നിട്ടില്ല. കാരണം ലോക്കൽ ബോഡികളിൽ സാധാരണ അവർ പരാജയപ്പെടാറുണ്ട്. 2010 മാത്രമാണ് 7617 വാർഡുകളിൽ അതുപോലെ സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് മുമ്പിലേക്ക് വന്നത്. അന്ന് നമുക്കറിയാം IUML, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 2235 വരെ ജയിപ്പിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 10,000-ഓളം പേരെ അവർക്ക് ജയിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. ആ സമയത്ത് CPI-ക്കും കോൺഗ്രസിനും ഒക്കെ കൂടി CPI-ക്കും CPM-നും ഒക്കെ കൂടി ജയിപ്പിക്കാൻ കഴിഞ്ഞ വെറും 8,000-ലധികം ആളുകളെ മാത്രമാണ്. ആ സമയത്ത് മാത്രമാണ് വലിയ മേൽക്കൈ യഥാർത്ഥത്തിൽ ഈ പറയുന്ന 2010 കോൺഗ്രസിനും UDF-നും ഒക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അന്ന് പക്ഷേ BJP-ക്ക് വെറും 480 സീറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞതിന്റെ നെറ്റ് എഫക്ട് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം 2011 വളരെ കൃത്യമായി 2 സീറ്റുകളുടെ ഭൂരിപക്ഷത്തിലാണെങ്കിൽ പോലും ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരത്തിൽ വന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് അടുത്തൊരു വിഷയം എടുത്തു നോക്കാം. ഈ കഴിഞ്ഞ 2020 ലോക്സഭ തെരഞ്ഞെടുപ്പ്, 2020 തെരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്തുകളിൽ 514 LDF-ഉം 375 UDF-ഉം ആയിരുന്നു. NDA 22 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 108 LDF-ന് കിട്ടിയിരുന്നു, 44 UDF-ന് കിട്ടിയത്. മുനിസിപ്പാലിറ്റികളിൽ 43 LDF-ന് കിട്ടി, 45 UDF-ന് കിട്ടി. അവിടെ മുനിസിപ്പാലിറ്റികളിൽ വലിയ നേട്ടമുണ്ടായത് യഥാർത്ഥത്തിൽ UDF-നാണ്. കോർപ്പറേഷന്റെ കാര്യത്തിലും ഈ പറയുന്ന പോലെ 5 LDF-ന് കിട്ടി, 1 UDF-ന് കിട്ടിയത്. അപ്പൊ അത് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഡിസ്ട്രിക്ട് പഞ്ചായത്തുകളിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള വലിയ മുൻതൂക്കം ഉണ്ടാക്കാനായിട്ട് യഥാർത്ഥത്തിൽ നമുക്കറിയാം ഈ പറയുന്ന LDF-ന് കഴിഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ മുൻതൂക്കം ഉണ്ടായിട്ടുള്ള അതേ ഡിസ്ട്രിക്ട് പഞ്ചായത്തിലൊക്കെ മുൻതൂക്കം ഉണ്ടായിട്ടുള്ള അതേ മേഖലകളിൽ നിന്ന് തന്നെയാണ് ഏതാണ്ട് 99-ഓളം വരുന്ന സീറ്റുകൾ 2020-ന് ശേഷം 2021-ലേക്ക് വന്നപ്പോൾ LDF-ന് കിട്ടിയത് എന്നുള്ളത് നമ്മളാരും മറന്നു പോകരുത്. അത്തരത്തിലുള്ള ഒരു ബന്ധം കൂടി ഇതിനുണ്ട്. അല്ലെങ്കിൽ ഇതൊരു സെമി ഫൈനലായി ഇപ്പോൾ താൽക്കാലികമായി കണക്കുകൂട്ടാമെന്ന് വിചാരിക്കുന്നു ഈ അടുത്തുണ്ടായിട്ടുള്ള ചില ഡെവലപ്മെന്റ്സുകൾ. അതിന് തൊട്ടു മുമ്പ് നമുക്കറിയാം E.K. നായനാരുടെ കാലത്ത് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളിലുള്ള വലിയ വിജയം കണ്ട് E.K. നായനാർ ഒരു കൊല്ലം മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും തെരഞ്ഞെടുപ്പ് നടത്തുകയും ഒക്കെ ചെയ്തു. പക്ഷേ തോറ്റമ്പുന്ന ഒരു രീതിയും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട്
ഇത് വളരെ കൃത്യമായി ഈ ഇതിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിയമസഭയിലേക്ക് ജയിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ എങ്കിലും ഇപ്പോഴുള്ള സിറ്റുവേഷൻസ് വെച്ചിട്ട് അതിനേക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് ചുരുക്കം. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-നൊക്കെ തന്നെ വലിയ തിരിച്ചടി നേരിട്ടാൽ ഒരു ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറയുന്ന ഒരു നരേറ്റീവ് ബിൽഡ് ചെയ്യാൻ അത് വലിയ തോതിൽ കാരണമാകും. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ജീവൻ മരണ പോരാട്ടമാണ് UDF നേരിടുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു തുടർഭരണം കിട്ടി 10 കൊല്ലം അധികാരത്തിൽ ഇരുന്നതിന് ശേഷം ഒരു ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് UDF നേരിടുന്നതും ആദ്യമാണ് എന്ന് പറയാതെ വയ്യ. അതുകൊണ്ട് തന്നെ UDF മുമ്പെങ്ങും ഇല്ലാത്ത വിധം കളത്തിലേക്ക് ഏറ്റവും ആദ്യമേ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അതിപ്പോ തിരുവനന്തപുരത്താണെങ്കിലും കോഴിക്കോടാണെങ്കിലും ഈവൻ കണ്ണൂരാണെങ്കിലും നിങ്ങൾ അറിയേണ്ടത് എറണാകുളത്താണെങ്കിലും ഒക്കെ തന്നെ സാധാരണ ഇല്ലാത്ത വിധം സ്ഥാനാർത്ഥി ലിസ്റ്റുകളൊക്കെ തന്നെ മുൻകൂട്ടി പ്രഖ്യാപിക്കാനും ശബരിനാഥനെ പോലെയുള്ള മേയർമാരെ പ്രഖ്യാപിക്കാനും ഒക്കെ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനുള്ള മുന്നൊരുക്കം അവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ LDF-ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. കൂടാതെ LDF-ന് പണ്ടുണ്ടായിരുന്ന കെട്ടുറപ്പില്ല എന്നുള്ള ഒരു തോന്നൽ കൂടിയുണ്ട്. കാരണം നമുക്കറിയാം പ്രബലരായിട്ടുള്ള 4-5 സ്ഥാനാർത്ഥികൾ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ തന്നെ വിമതരായി മത്സരിക്കുന്നു. അതിൽ ദേശാഭിമാനിയുടെ മുൻ യൂണിറ്റ് മാനേജർ അടക്കമുള്ള ആളുകൾ ഉള്ളൂരിൽ നിന്ന് മത്സരിക്കുന്നു എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ യഥാർത്ഥത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന അത്രത്തോളം പ്രശ്നം ഈ പറയുന്ന UDF-ലില്ല. പക്ഷെ അത് എല്ലാം തന്നെ CPM-ലേക്കും LDF-ലേക്കും ഒക്കെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാവും. ഇനി മൂന്നാമത്തെ കക്ഷി NDA ആണ്. NDAക്ക് കഴിഞ്ഞ തവണ 2020-ലെ നേട്ടം എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്ത് മുതൽ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് വരെ കോർപ്പറേഷൻ അടക്കം എല്ലാം നേടിയിട്ടുള്ളത്. കോർപ്പറേഷനിലാകെ അവർക്കുള്ളത് 59 സീറ്റാണ്. അതേസമയം CPM-നുള്ളത് 170 സീറ്റാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളത് 93 സീറ്റുകളാണ്. ഇത്തരത്തിലുള്ള സീറ്റുകളാണ് ഉള്ളത്. പക്ഷെ അതിൽ 1596 സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചെടുക്കാൻ മാത്രമേ BJPക്ക് കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ 2010-ൽ 480 ആയിരുന്നു. 2020-ലേക്ക് വന്നപ്പോൾ 1596 ആയി. പക്ഷെ ഇത് പോരാ. അവരെ സംബന്ധിച്ചോളം അടുത്ത തവണ നിയമസഭയിലേക്ക് ഒരു എൻട്രി കിട്ടണമെങ്കിൽ കഴിഞ്ഞ തവണ 19.7% വോട്ടാണ് അവർക്ക് യഥാർത്ഥത്തിൽ ലോക്സഭയിൽ കിട്ടിയത്. 38 ലക്ഷത്തോളം വോട്ടുകൾ കിട്ടി. പക്ഷെ ആ വോട്ടുകൾ പോലും നമ്മൾ കൃത്യമായി പരിശോധിച്ചാൽ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ വോട്ടിൽ ഏതാണ്ട് ഒരു 3% വോട്ടുകൾ വലിയതായി കൂടിയിട്ടുള്ളത് തൃശ്ശൂരിൽ നിന്ന് മാത്രമാണ്. അതങ്ങനെ തന്നെ പിടിച്ചു നിർത്താൻ കഴിയുമെന്ന് അവർക്ക് തോന്നുന്നില്ല. അപ്പൊ പിന്നെ ബാലൻസ് ഉള്ളത് ഒരു 16% വോട്ടുകളാണ്. ആ 16% വോട്ടുകളിൽ 2 മണ്ഡലങ്ങളിൽ നിന്നാണ് അത്ര വലിയ വോട്ട് വർധനം ഉണ്ടായത്. അത് ആറ്റിങ്ങലിൽ നിന്നും അതുപോലെ ആലപ്പുഴയിൽ നിന്നും മാത്രമാണ്. അപ്പൊ ബാക്കിയുള്ള സ്ഥലങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു നോമിനൽ ആയിട്ടുള്ള 1% ഗ്രോത്ത് മാത്രമേ BJPക്ക് ഉണ്ടായിട്ടുള്ളൂ, അല്ലെങ്കിൽ NDAക്ക് ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പറയുന്ന 19.7% അങ്ങനെ ഒരു ഗ്രോത്ത് വെറുതെ ഉണ്ടായതല്ലെന്നും കേരളം മുഴുവൻ അത് ഉണ്ടാക്കാൻ കഴിയുമെന്നും കാണിക്കുകയും ഏതാണ്ട് ഒരു 20-25% വോട്ടിലേക്ക് എത്തിക്കുകയും ചെയ്താൽ മാത്രമേ ഏതാണ്ട് ഒരു 5-10 വരുന്ന അല്ലെങ്കിൽ ഒരു 3-4 വരുന്ന ആളുകളെങ്കിലും നിയമസഭയിലേക്ക് ജയിപ്പിക്കാൻ കഴിയൂ എന്ന് BJPക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം പോലെയുള്ള മേഖലകളിൽ, അതുപോലെ ആറ്റിങ്ങലും ആലപ്പുഴയും പോലെയുള്ള ചില മേഖലകളിൽ, അതുപോലെ തൃശ്ശൂരത്തെ ചില മേഖലകളിൽ ഇത്തരം ചില പോക്കറ്റുകളിലൊക്കെ തന്നെ അവർ ഏതാണ്ട് രണ്ടാമത് വന്നിട്ടുള്ള 9 സീറ്റുകൾ, അതുപോലെ 11 സീറ്റുകൾ, ഒന്നാമത് വന്നിട്ടുള്ള 11 സീറ്റുകൾ, രണ്ടാമത് വന്നിട്ടുള്ള 9 സീറ്റുകൾ, ഇത്തരത്തിലുള്ള സീറ്റുകളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള വോട്ട് വർധന ഉണ്ടാക്കുകയും ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയിക്കും എന്ന് പറയുന്ന, ഞങ്ങൾക്ക് വോട്ട് ചെയ്താൽ ജയിക്കും, ഇത് വെറുതെ ആവില്ല എന്ന് പറയുന്ന ഒരു പ്രതീതി ജനത്തിനും അതുപോലെ പ്രവർത്തകർക്കും കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു ബാധ്യതയുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു പുതിയ മാനേജറെ വെച്ചിരിക്കുന്നു എന്ന് നമുക്കറിയാം കേരളത്തിലേക്ക് വേണ്ടി. അത് രാജീവ് ചന്ദ്രശേഖരാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള അമിത്ഷാ കൊടുത്തേക്കുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് 22% അല്ലെങ്കിൽ 25% വരെ എത്തിക്കണം എന്നാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു വർധനവ് തനിക്ക് ഉണ്ടാക്കാൻ കഴിയും വളരെ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ എന്ന് കാണിക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. അതിന് എത്ര വേണമെങ്കിലും പണം സ്പെൻഡ് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പണമൊക്കെ ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് കൊണ്ട് തന്നെ ഇതിന്റെ ഏറ്റവും വലിയ മാർക്കിടാൻ പോകുന്നത് രാജീവ് ചന്ദ്രശേഖരെയും പുതിയ നേതൃത്വത്തിനെയും കൂടി ആയിരിക്കും എന്നുള്ളതും അവരെ ചൊടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ 30ഓളം വരുന്ന ജില്ലാ പ്രസിഡന്റുമാർ, കാരണം ജില്ലകളെ വിഭജിച്ചിട്ടുണ്ട്, ആ ജില്ലാ പ്രസിഡന്റുമാർക്ക് കടുത്ത പ്രഷറാണ് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരൊക്കെ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും ആദ്യം തന്നെ BJP പരാജയപ്പെട്ടിരിക്കുന്നു. കാരണം 23,000-ഓളം വരുന്ന വാർഡുകളിലേക്ക് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഏതാണ്ട് അതിന്റെ 1/3 മാത്രമേ നടന്നിട്ടുള്ളൂ. ഏതാണ്ട് ഒരു 8,000-9,000-ഓളം വരുന്ന വാർഡുകളിലേക്ക് സ്ഥാനാർത്ഥികളെ പോലും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇടുക്കിയിലൊക്കെ തന്നെ 54 എണ്ണത്തിൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് വലിയ ദുർബലമായിട്ടുള്ള ഒരു കാര്യമാണ് ഒന്ന്. രണ്ടാമത്തത്, BJP നേരിടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ലോക്സഭയിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് വോട്ട് വർദ്ധിക്കാറുണ്ട്, പക്ഷേ ലോക്കൽ ബോഡികളിലേക്കും അതേപോലെ തന്നെ ഈ പറയുന്ന നിയമസഭകളിലേക്ക് വരുമ്പോൾ വോട്ടുകൾ താഴാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൂടിയാണ്. അപ്പൊ അതിനെ മറികടക്കാനുള്ള ഒരു അശ്രാന്ത പരിശ്രമം കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് നമുക്കെല്ലാം അറിയുന്നത് പോലെ
ശബരിമലയുടെ കൊള്ളയും സ്വർണ്ണപ്പാളി വിവാദവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് CPM-ന്റെ 2 പ്രമുഖരായ നേതാക്കൾ 27ാമത്തെ വയസ്സിൽ 34ാമത്തെ വയസ്സിൽ MLA ആയിട്ടുള്ള ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഒക്കെ ആയിരുന്ന പത്മകുമാർ എന്ന് പറയുന്ന പത്തനംതിട്ടയിലെ ജില്ലാ കമ്മിറ്റി മെമ്പർ തന്നെ അറസ്റ്റിലാവുകയും യഥാർത്ഥത്തിൽ വാസു എന്ന് പറയുന്ന ഈ CPM-ന്റെ നേതാവ് തന്നെയായിട്ടുള്ള അദ്ദേഹവും ഒക്കെ തന്നെ അറസ്റ്റിലാവുകയും ചെയ്തുകൊണ്ട് വലിയ പ്രതിരോധത്തിലായി നിൽക്കുന്നു. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറയുമ്പോൾ വലിയ 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 പ്രതിരോധത്തിലാണ് CPM എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ലോക്കൽ ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികൾക്ക് കൂടി വലിയ പ്രാധാന്യമുണ്ട്. ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, ഇത്തവണയും യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു എഡ്ജ് ആ ലോക്കൽ ബോഡികളിലുള്ള പല വിമത ശല്യങ്ങളും അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ സ്ഥാനാർത്ഥി നിർണയവുമൊക്കെ കുറച്ചുകൂടി ഭംഗിയായി, സാധാരണയുള്ളതിനേക്കാൾ ഭംഗിയായി കോൺഗ്രസിന് നടത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. എങ്കിലും ഈ 23,000-ഓളം വാർഡുകളിൽ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു ഇംപ്രൂവ്മെന്റ് എങ്കിലും UDF-ന് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ പോലും അത് 2026-ലേക്കുള്ള വലിയൊരു നേട്ടമായിരിക്കും, ഒരു ചൂണ്ടുപലകയായിരിക്കും.